ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഡെയ്സി പ്ലാന്റ്സുകൾ വാങ്ങിച്ചായിരുന്നു. ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, മിക്കതിലും മുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ വാങ്ങിച്ച ആദ്യ ടൈമിലുള്ള പ്ലാന്റിൻ്റെ കണ്ടീഷനാണ് കേട്ടോ. ഇത്രയും ചെറിയ തൈകളായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അതിൻ്റെ കൂടെ ഞാൻ വാങ്ങിച്ചത് ഏഞ്ചലോണിയാണ് കേട്ടോ. ഏഞ്ചലോണിയുടെ 4 തൈകളുണ്ടായിരുന്നു. പക്ഷേ അതിൽ 2 എണ്ണം ഒരു വൈറ്റും ഒരു വയലറ്റ് കളറും മാത്രമേ എനിക്ക് പിടിച്ച് കിട്ടിയിട്ടുള്ളൂ. ഞാൻ വാങ്ങിച്ച് കൊറിയർ അയച്ച് കിട്ടിയ സമയത്ത് ആദ്യം ഞാൻ നമ്മുടെ കാർ ഷെഡിനകത്ത് സൺഷെയ്ഡ് റൂഫായിട്ടുള്ള സ്ഥലത്താണ് വെച്ചിരുന്നത്. പിന്നെ അത് മാറ്റി കാർ പോർച്ചിൻ്റെ തന്നെ സൈഡിലുള്ള ഒരു കോൺക്രീറ്റ് തിട്ടയിലോട്ട് മാറ്റി. അവിടെ വെയിൽ കിട്ടും, പക്ഷെ അധികം വെയിലില്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഇങ്ങനെ തളർത്ത് ചിലതിലെല്ലാം മുട്ട് പോലെ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ശരിയാവുമായിരിക്കും, ഓക്കെ ഫ്ലവർ ചെയ്ത് തുടങ്ങും എന്നൊക്കെ വിചാരിച്ചു. പ്ലാന്റുകളൊന്നും ഓക്കെ ആവുന്നു എന്നല്ലാതെ ഫ്ലവറിങ്ങിൻ്റെയോ അതല്ലാതെ പ്ലാന്റ് ഒന്ന് ബെറ്റർ ആവുന്നയോ ഇല്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് ഓക്കെ ആയി നിൽക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഹെൽത്തി ആയിട്ട് വരുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ സംഭവം ഇത് വാങ്ങിച്ച ആളുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടില്ലായിരുന്നു എന്താണ് ഇത് വെയിലത്ത് വെക്കണോ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. ഞാനല്ലാതെ തന്നെ ഒരു 3 ചട്ടി എടുത്ത് ജസ്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ തളിർപ്പ് പോലെയൊക്കെ പൊട്ടിമുളച്ച് വന്ന് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ബാക്കി എല്ലാ ചട്ടികളും ഇങ്ങനെ പറക്കി നിരത്തി മതിലിൻ്റെ മുകളിലോട്ട് വെച്ചത്. അവിടെ ആകുമ്പോൾ നല്ല രാവിലെ മുതൽ സ്റ്റാർസീനിയൊക്കെ ഇരിക്കുന്നത് ഈ ഒരു സൈഡിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സൈഡിൽ തന്നെ നിരത്തി നമ്മുടെ ഡെയ്സിയും എല്ലാ ചട്ടികളും ഞാൻ വെച്ചു. ഞാനത് വെച്ചതിന് ശേഷം കണ്ടില്ലേ, ഇത് കുറച്ച് പഴയ തളിർപ്പുകളാണ്, ബാക്കിയെല്ലാം പുതിയ തളിർപ്പുകൾ വരുന്നതാണ് കേട്ടോ. ഇത് ഞാൻ വെയിലത്ത് മാറ്റി വെച്ചതിന് ശേഷമുള്ള വീഡിയോസാണ് കേട്ടോ. ഇതുണ്ടല്ലേ, ഇതിൽ പുതിയ മുട്ടുകൾ ഇങ്ങനെ ഒരു കമ്പ് പോലെ മുകളിലോട്ട് വന്നതിന് ശേഷം പുതിയ മുട്ടുകൾ വരുന്നുണ്ട്. ഇത് പഴയ താഴെ നിന്ന സമയത്തുള്ള തളിർപ്പ് മുട്ടുകൾ വരുന്ന സ്റ്റേജാണ് കേട്ടോ. അതിനുശേഷം ഞാൻ വെയിലത്ത് വെച്ചതിന് ശേഷമാണ് ഇത്രയും ഉയരത്തിലൊരു കമ്പ് പോലെ വന്നിട്ട് അതിൽ തളിർപ്പുകൾ വരാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ എല്ലാ ചട്ടികളും പറക്കി വെയിലത്തോട്ട് വെച്ച് നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യണമെങ്കിൽ ഇതിന് നല്ല രീതിയിൽ വെയിൽ വേണം. ഞാൻ കൂടുതലും ഇതിന് വാട്ടറിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും വൈകുന്നേരങ്ങളിലാണ് നനയ്ക്കുക. സാധാരണ ഡെയ്സി വളർത്തുന്ന എല്ലാവരും പറയും വൈകുന്നേരങ്ങളിൽ നനയ്ക്കരുത്, ഈർപ്പത്തിൻ്റെ ഇത് നിന്ന് കഴിഞ്ഞാൽ ഡെയ്സിയുടെ ഇലകളിൽ ഫംഗസ് ബാധ ഉണ്ടാവും. ഇലകളിൽ ചില ടൈമിൽ ഇലകളിങ്ങനെ ചെറിയ വാട്ടം പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഡ്രൈ ആയി വരുന്ന ഇലകൾ അപ്പോഴേ ഞാൻ കട്ട് ചെയ്ത് കളയും. പിന്നെ നമ്മൾ ഡെയിലി ശ്രദ്ധിക്കുമല്ലോ, ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ അതിന് ശേഷം എല്ലാ ചട്ടികളും മുകളിൽ വെച്ചതിന് ശേഷം ഓരോന്നിലും ഓരോ വെറൈറ്റിയിലും വരുന്ന തളിർപ്പുകളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് കേട്ടോ. ഞാൻ വൈകുന്നേരങ്ങളിലാണ് സാധാരണ വെള്ളം കൊടുക്കാറ്. നല്ല രീതിയിൽ വെള്ളം നനയ്ക്കും. കണ്ടില്ലേ, ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ തളിർപ്പുകൾ വരുന്നുണ്ട്, പുതിയ തൈകൾ വരുന്നുണ്ട്. വാങ്ങി ഒരു 2-2.5 ആഴ്ചയോളം ഞാനിത് ഷെയ്ഡിൽ തന്നെ വെച്ചിരുന്നു. അതിന് ശേഷമാണ് സൈഡിലോട്ട് മാറ്റിയത്. ഇപ്പോൾ ഇതിൽ കാണിച്ചേക്കുന്നുണ്ടല്ലേ, ആ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് പഴയ ഷെയ്ഡിൽ വെച്ചിരുന്ന ടൈമിലുള്ള ഫ്ലവറിങ് ബഡ്ഡുകളാണ്. അതിന് ശേഷം വരുന്ന പുതിയ തളിർപ്പുകളാണ് ബാക്കി കാണുന്നത്. ഇതുണ്ടല്ലേ, ഓരോ വെറൈറ്റിയിലും ഇതേപോലെ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊമ്പ് കണക്ക് ഇങ്ങനെ ഓരോ തളിരുകൾ വരുന്നുണ്ട്. ഞാൻ നല്ല വെയിലുള്ള സ്ഥലത്താണ്, അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്റ്റാർസീനയ്ക്ക് എങ്ങനെ വെയിൽ കിട്ടുന്നുവോ അതേപോലെ വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ഈ ഡെയ്സിയും വെച്ചിരിക്കുന്നത്. ഞാൻ വൈകുന്നേരമാണ് വാട്ടറിങ് ചെയ്യുന്നത്. ഇപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ചൂടായത് കൊണ്ടായിരിക്കും വൈകുന്നേരം ആകുമ്പോൾ ചെറിയൊരു വാടിയതുപോലെ നിൽക്കുമെങ്കിലും വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഓക്കെ ആണ്. കണ്ടില്ലേ, അത് ഓരോ സ്റ്റേജുകളിലും ഞാൻ എടുത്ത വീഡിയോസാണ്. കുറച്ചുകൂടി ഹൈറ്റ് വെച്ചിട്ടുണ്ട് ചെടികൾക്ക്. പിന്നെ ഇതിന് വളം ചെയ്യുന്ന എന്ത് വളമാണ് കൊടുക്കുന്നതെന്ന് ഞാൻ ഒരു ഡെയ്സി ഫ്ലവർ ഇട്ട വീഡിയോ ഇട്ടിരുന്നപ്പോൾ ഒരാൾ ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് ഞാൻ കൂടുതലും ഒരു 30 രൂപയ്ക്ക് ഞാൻ NPK വാങ്ങിച്ചിരുന്നു. ഒരു 15 ദിവസം കൂടുന്ന ഇടയ്ക്ക് ഞാൻ NPK ഒഴിച്ചു ഒരുപാട് വെള്ളത്തിൽ കലർത്തി നമ്മൾ നോർമൽ കൊടുക്കുന്നത് പോലെ ഞാൻ NPK ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് 2 തവണ മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ ടൈമിലും ഞാൻ ഇതിന് കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഉള്ളിത്തൊലി, മറ്റേ വെളുത്തുള്ളി, സവാള ഇതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നിട്ട് അതിൻ്റെ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അത് ഒന്ന് അഴുകി തുടങ്ങുമല്ലോ. ആ ടൈം ആകുമ്പോൾ ആ വെള്ളത്തിൽ അതിൻ്റെ ഒരു 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ബാക്കി വെള്ളം കൂടി ചേർത്തിട്ട് അതിങ്ങനെ ഇതിനൊഴിച്ച് കൊടുക്കും. പിന്നെ നമ്മുടെ ഈ കിഴങ്ങൊക്കെ ഇല്ലേ, മരച്ചീനി എന്ന് പറയുന്നത്, അതിൻ്റെ അത് നമ്മൾ കറി വെക്കാനായിട്ട് എടുക്കൂലേ,
അത് കറി വെക്കാൻ വേണ്ടി വെട്ടിയതിന് ശേഷം നമ്മൾ കഴുകുന്ന വെള്ളം ഉണ്ടല്ലോ, അത് കഴുകിയെടുക്കുന്ന വെള്ളം ഞാനിതിൽ ഡയറക്റ്റായിട്ട് കൊണ്ടുവന്ന് ഒഴിച്ച് കൊടുക്കാറുണ്ട്. അതൊരു ഉച്ചയ്ക്ക് 10:30-11 മണി ആ ഒരു ടൈം കണക്കാക്കി ഞാനത് ഒഴിച്ച് കൊടുക്കാറുണ്ട്. കാരണം അപ്പോൾ അഥവാ നമ്മൾ എന്തെങ്കിലും ഫംഗസ് ബാധയോ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ കൂടുതലും നമ്മുടെ വെയിലേറ്റത് ഇല്ലാതായിക്കോളുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാറ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ പുതിയ പുതിയ തൈകൾ പൊട്ടിക്കിളിർത്ത് വരുന്നുണ്ട് കണ്ടോ. ഇത് ഡബിൾ പെറ്റൽ, ഇതിൻ്റെ തന്നെ സിംഗിൾ പെറ്റൽ വയലറ്റ് കളറിൻ്റെ തന്നെ ഡബിൾ പെറ്റലാണ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ സൈഡിലെല്ലാം അതിൻ്റെ തൈകൾ നിൽപ്പുണ്ട്. ഞാൻ ഓരോ തൈകൾ വീതം ജസ്റ്റ് ഒന്ന് മാറ്റി നട്ടു. എനിക്കൊരു 3-4 വെറൈറ്റിയുടെ കൂടി തൈകൾ ഇങ്ങനെ മാറ്റി നടാനുണ്ട്. എനിക്ക് വീണ്ടും അടുത്ത തൈകൾ വേണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിങ് കണ്ടിട്ട് ഓരോരുത്തർ തൈകൾ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇത് അതിൻ്റെ ഡബിൾ പെറ്റലാണ്. ഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ, മൊട്ടുകളൊക്കെ നിൽക്കുന്നതേ ഉള്ളൂ. ഇതൊരു ഫുള്ളായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലവർ ആയില്ലേ. ഇത് ആദ്യം ഷെയ്ഡിൽ വെച്ചിരുന്ന ടൈമിലുള്ള അതിൻ്റെ ബ്ലൂമിങ് സ്റ്റേജാണ്. അതിന് ശേഷം വരുന്ന ഒരു സ്റ്റെമ്മിലാണ് കുറച്ചുകൂടി ഹൈറ്റിൽ നിൽക്കുന്നത്. ബാക്കി ഈ ചെറിയ രീതിയിൽ ഹൈറ്റായിട്ട് നിൽക്കുന്നത് അത് ഷെയ്ഡിൽ വെച്ചിരുന്നപ്പോൾ ഉള്ള അതിന് വന്ന ഫ്ലവറിങ് ആയിട്ടുള്ള ബൾബ് വന്നതാണ്. അത് പൂക്കളിങ്ങനെ വന്ന് ജസ്റ്റ് കരിഞ്ഞു പോകുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു വെറൈറ്റിയിൽ മാത്രമേ ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. അതൊരു ഡാർക്ക് പിങ്കാണ്. അതിൻ്റെ തന്നെ ഒരു ലൈറ്റർ ഷെയ്ഡ് സിംഗിൾ പെറ്റൽ ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഇത്. ഈ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഷെയ്ഡിൽ വെച്ചിരുന്ന സമയത്തുള്ള അതിൻ്റെ ഒരു സ്റ്റെമ്മാണ്. ബാക്കി ഞാൻ വെയിലത്തോട്ട് വെച്ചതിന് ശേഷമുള്ള പുതിയ സ്റ്റെമ്മുകളാണ് തൊട്ടടുത്ത് ഈ നിൽക്കുന്നതെല്ലാം. ഈ നിൽക്കുന്ന 2 സ്റ്റെമ്മുകളും അത് ഞാൻ വെയിലത്ത് വെച്ചതിന് ശേഷമുള്ള സ്റ്റെമ്മുകളാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ കാണുന്നത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ആ ഡബിൾ പെറ്റൽ വയലറ്റിൻ്റെ പ്ലാന്റാണ് ഈ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുവിധം വളം എങ്ങനെയാണ്, വാട്ടറിങ്, സൺലൈറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി ഒരു നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.